ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെനലോപ്സിസ് ഓർക്കിഡ് കെയറിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫെനലോപ്സിസ് ഓർക്കിഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല വെറൈറ്റിയിലും വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഫെനലോപ്സിസ് ഓർക്കിഡ്. ഇതിൻ്റെ പൂക്കളെല്ലാം നല്ല വലിപ്പത്തോടുകൂടി നിൽക്കുന്ന ഒരു പൂക്കളാണ്. പ്രത്യേകിച്ച് നല്ല വെറൈറ്റിയിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് തരുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വെച്ച് വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന പൂക്കളാണ് ഫെനലോപ്സിസ് ഓർക്കിഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 6 മാസം വരെ ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ കൊഴിയാതെ നല്ല ഭംഗിയോടുകൂടി തന്നെ നിൽക്കും. പിന്നെ ചില പൂക്കൾക്ക് പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ തരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഫെനലോപ്സിസ് ഓർക്കിഡ്. നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് നമുക്ക് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ഈ ഫെനലോപ്സിസ് ഓർക്കിഡ്. കൂടുതലായിട്ട് ഇത് ഇഷ്ടപ്പെടുന്നത് ഒരു ഷെയ്ഡ് ഭാഗങ്ങളാണ്. എന്നാലും നമുക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടണമെന്നേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ടുള്ള സൂര്യപ്രകാശം നമുക്ക് ഈ ചെടിക്ക് ഏറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളെല്ലാം തണ്ടെല്ലാം ചീഞ്ഞു പോകാനും അതൊരു മങ്ങൽ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മൾ ഇത് ഏകദേശം ഒരു ദിവസത്തിൽ കുറച്ച് ടൈമൊക്കെ നമുക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടിയാൽ മതി. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അകത്ത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് മാത്രം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഡെൻഡ്രോബിയം പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ സംരക്ഷണ രീതി കൂടുതലായിട്ടുള്ള വേണ്ട ഒരു പ്ലാന്റാണ് ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിൽ നിന്നും കൂടുതൽ റേറ്റും കൂടുതലാണ് ഈ ഒരു പ്ലാന്റിന്. ഏകദേശം ഒരു 500 മുതൽ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു വെറൈറ്റി കേട്ടോ. ഈ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡിന് എപ്പോഴും നല്ല കോസ്റ്റ്ലിയാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 500 മുതലാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മളിത് നനച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നോക്കി നല്ല തണുപ്പ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. കാരണം നമ്മൾ ഇതിൻ്റെ ചോട് നോക്കിയിട്ട് ഏകദേശം അതിൻ്റെ കൂമ്പിലൊന്നും വെള്ളം വീഴാതെ അതിൻ്റെ ചോട്ടിൽ മാത്രം നമ്മൾ നനച്ചു കൊടുക്കുക. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം മഴക്കാല സമയത്ത് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഒരിക്കലും ഇലയുടെ കൂമ്പിലോട്ട് വെള്ളം ഒഴിക്കാതെ അതിൻ്റെ ചോട്ടിലോട്ട് മാത്രം നമ്മുടെ പ്ലാന്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഇതിന് മെയിൻ അത്യാവശ്യം കരിക്കഷ്ണമാണ്. കരിക്കട്ട കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്. കൂടുതൽ ചകിരിയുടെ ആവശ്യം നമുക്ക് ഈ ഒരു പ്ലാന്റിനില്ല. കാരണം ചകിരിയൊക്കെ കിടന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പ് കിട്ടിയിട്ട് ഇതിൻ്റെ അടിയിലുള്ള വേരുകളെല്ലാം അത് പഴുത്ത് പോകാനും ചില ഫംഗസ് കാര്യങ്ങളെല്ലാം വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് കരി ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. ചൂട് സമയമാണെങ്കിൽ മാത്രം നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇലയുടെ കൊമ്പിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ നട്ട് കഴിയുമ്പോൾ എപ്പോഴും നല്ല ഹോളുള്ളൊരു പാത്രത്തിൽ നട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഫുൾ സൈഡിലൊക്കെ നല്ല ഹോൾ വരുന്ന രീതിയിലുള്ള പാത്രം വെച്ച് കൊടുക്കാം. എന്തെങ്കിലും ബോട്ടിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പല രീതിയിലും നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ. നമ്മൾ മരക്കഷ്ണത്തിൽ ചുറ്റി വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതുപോലെ നല്ല ഹോളുള്ള പാത്രത്തിലും നല്ല എയർ സർക്കുലേഷൻ കൂടുതലായിട്ട് കിട്ടുന്ന പാത്രത്തിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു പൂവുണ്ടായ ഈ ഭാഗം ഒരിക്കലും നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ഈ അടുത്ത നമ്മൾ കെക്കീസ് വരുന്നതും പൂക്കൾ വരുന്നതെല്ലാം നമ്മൾ ഈ ഒരു കമ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ അടിയിൽ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇലകളിലേക്ക് നനച്ചു കൊടുക്കുക. നമ്മൾ ചെടികളിലൊക്കെ നനച്ചു കൊടുക്കുമ്പോൾ ഇലകളിലൊക്കെ ആവശ്യം വരില്ലേ, നനച്ചു കൊടുക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇലകളിലൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഇതുപോലെ നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം നമ്മൾ ഈ ചെടിയിലേക്ക് ഇലകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഇല പഴുത്ത് പോകാനും ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അഴുകി വരുന്ന
നല്ല രീതിയിൽ വെട്ടമുള്ള ഭാഗത്ത് മാത്രം ഇത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ പൂവിടാനായിട്ട് ഇതിന് വെളിച്ചം അത്യാവശ്യമാണ്. കൂടുതലായിട്ട് സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടി ചീഞ്ഞു പോകാനും അഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതിന് ഫോളി ഹൗസ് പോലെയുള്ള ഭാഗത്തൊക്കെ വളരാനാണ് ഈ ചെടികൾക്ക് കൂടുതലായിട്ട് താല്പര്യം. അപ്പം നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഫോളി ഹൗസൊക്കെ പോലെയുള്ള ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അധികം ഇരുട്ടടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൂവിടാനുള്ള ചാൻസ് കുറവാണ്. കൂടുതലായിട്ട് വെളിച്ചം കൊടുക്കുക. അത്യാവശ്യം കാറ്റും വെളിച്ചവും കിട്ടുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുക കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ മാത്രം. അതുപോലെ പുറത്താണ് നമ്മൾ വെക്കണമെങ്കിൽ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് അധികം സൂര്യപ്രകാശം നേരിട്ട് കിട്ടാത്ത രീതിയിൽ മാത്രം സെറ്റ് ചെയ്യാൻ നോക്കുക. പെട്ടെന്നൊന്നും നശിച്ച് പോകാത്തൊരു പ്ലാന്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കീടങ്ങളൊന്നും കയറി പെട്ടെന്ന് പിടിക്കാത്ത ഒരു പ്ലാന്റാണ് ഈ ഒരു. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റും നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം നല്ല രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കാലങ്ങളോളം ഇത് നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഫെനലോപ്സിസ് ഓർക്കിഡ്. നമുക്ക് നല്ല രീതിയിൽ ഫെർട്ടിലൈസറും ഫംഗിസൈഡൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് തേങ്ങാവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് തേങ്ങാവെള്ളം മാത്രമല്ല, നമുക്ക് കടലപ്പിണ്ണാക്ക് നേർപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ തെളിവെള്ളം ഒഴിച്ചിട്ട് എക്സ്ട്രാ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് എത്രയാണോ ചെടിയുള്ളത് അതനുസരിച്ച് നമുക്ക് വെള്ളം നീട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഓർഗാനിക് അല്ലാതെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറും അതുപോലെ ഫംഗിസൈഡൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പല രീതിയിലും പല വെറൈറ്റിയിലുള്ള ഓർക്കിഡ് എല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനും പല രീതിയിൽ പല ടൈപ്പിലുള്ള പൂക്കൾ നമുക്ക് തരാനും ഈ ഒരു പ്ലാന്റ് സഹായിക്കും. എപ്പോഴും നമ്മൾ ഈ ഒരു പ്ലാന്റിന് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കണം അത്ര നല്ലതല്ല. പക്ഷേ നമ്മൾ മഴക്കാലത്ത് എപ്പോഴും കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് കൂടുതലായിട്ട് കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാൻ നോക്കുക കേട്ടോ. കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഫംഗിസൈഡ് കൊടുക്കാൻ മറക്കരുത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ചെടി അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഫംഗിസൈഡും കൊടുക്കുക. ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നവർ ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക. നമ്മുടെ സീസൺ അനുസരിച്ച് മാത്രം നമ്മൾ ചെടിക്ക് ഇതെല്ലാം കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കീടങ്ങളൊന്നും വരാതെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോ കാണാം.